നതുക്കിവിട് ശിവകാമി. എനിക്കൊരു ഇയർ സർജറി ഉണ്ടായിരുന്നു. ആൻഡ് ആ ഇയർ സർജറി നടന്ന ദിവസമാണ് ഫേബിൾ 5 റിലീസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ അനസ്തേഷ്യയൊക്കെ വിട്ട് വന്നപ്പോൾ ഫേബിൾ 5 ബാനായി. അങ്ങനെ ഞാൻ ബാൻ ആക്കിയത് ആരാന്ന് നോക്കിയപ്പോൾ ആമസോൺ ആണ് ബാൻ ചെയ്തത്. അവിടെ ഞെട്ടാൻ വേണ്ടി ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ഈ ആമസോൺ ആണ് ആന്ത്രോപ്പിക്കിന് ഈ ക്ലോഡ് റൺ ചെയ്യാൻ വേണ്ടിയുള്ള കംപ്ലീറ്റ് ഡേറ്റാ സെൻറ്ററുകളും കൊടുക്കുന്നത്. ഇപ്പോൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് കുറേ ആൾക്കാർ പറയും, ഇല്ല എലോൺ മസ്ക് കൊളേഷ്യം 1 എന്തോ അത് കൊടുത്തു, അത് ശരിയാണ്. പക്ഷേ ആന്ത്രോപ്പിക്കിൻ്റെ ഒരു എബവ് 90% ഡേറ്റാ സെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത് AWS അഥവാ ആമസോൺ തന്നെയാണ്. ആൻഡ് ആ ആന്ത്രോപ്പിക്കിൻ്റെ ആ മോഡലിനെ ബാൻ ചെയ്യാൻ വേണ്ടി US ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്നത് ആമസോണാണ്. അതായത് ഇവിടെ കട്ടപ്പയും പിന്നെ ആ ഞെരുക്കി വിടും എന്ന് പറയുന്ന ആളും സെയിം ആളാണ്, അതായത് ആമസോൺ തന്നെയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അതെന്താ ആമസോൺ തന്നെ ഈ ഡേറ്റാ സെൻറ്റേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നു, ആമസോൺ തന്നെ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ സെർവറുകളും പ്രൊവൈഡ് ചെയ്യുന്നു, ആമസോൺ തന്നെ ഫേബിൾ 5 ബാൻ ചെയ്യാനും കൂടെ നിൽക്കുന്നു. അതെന്താണ് അങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചു. അതായത് ആമസോൺ ആണ് ഈ ഗവൺമെൻറ് അടുത്ത് പോയിട്ട് ഇത് ബാൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതെന്താണെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ എൻ്റെ മിത്തോസ് തള്ളാണെന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ട് ഓർമ്മയുണ്ട്, അതിനകത്തോട്ടൊന്ന് പോയി നോക്കി. അപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞ മെയിനായിട്ടൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവർ സെക്യൂരിറ്റി പ്രശ്നമാവും, നിങ്ങളുടെ സെക്യൂരിറ്റി ഞങ്ങൾ മാറ്റർ ചെയ്യുന്നു എന്നൊക്കെ വിചാരിച്ചല്ല ഈ പറഞ്ഞ മിത്തോസ് അഥവാ ഫേബിൾ 5 റിലീസ് ചെയ്യാതിരുന്നത്. സെക്യൂരിറ്റി അല്ല, ഓപ്പസ് 4.8 അതായത് അവരിപ്പോൾ കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പസ് മോഡലിൻ്റെ ഇരട്ടി കമ്പ്യൂട്ട് 2x കമ്പ്യൂട്ട് ഫേബിൾ 5 അഥവാ മിത്തോസിന് വേണം. ഓപ്പസ് 4.8 നിങ്ങളുടെ സെർവർ റൺ ചെയ്യാനാണെന്നിരിക്കട്ടെ, അതിൻ്റെ ഇരട്ടി കമ്പ്യൂട്ട് എന്തിനു വേണം? ഈ ഫേബിൾ 5 അഥവാ മിത്തോസ് റൺ ചെയ്യാൻ വേണം. അതുകൊണ്ടാണ് അവർക്ക് എങ്ങനെയുമാണ് ഈ ഓപ്പസ് 4.8 നിങ്ങൾക്ക് തരുന്നത്, കുറേ ഡൗൺ ടൈമും അതും ഇതൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവർക്ക് മിത്തോസിനെ ഇറക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവരെന്ത് ചെയ്യാതിരുന്നത്, മിത്തോസിനെ റിലീസ് ചെയ്യാതിരുന്നത്. അല്ലാതെ നിങ്ങളുടെ സെക്യൂരിറ്റി ഇഷ്യൂസോ അതൊന്നും അല്ല. അത് ഞാൻ മിത്തോസിൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പം ഞാൻ അത് ആലോചിച്ചു. ആൻഡ് ഇപ്പോൾ അവർ എന്തുകൊണ്ട് ഈ പറഞ്ഞ ഈ ഫേബിൾ 5 എന്നും പറഞ്ഞ് മിത്തോസിനെ റിലീസ് ചെയ്തു? അപ്പം ഞാൻ എൻ്റെ ഏറ്റവും ഫസ്റ്റ് വീഡിയോകളിലൊന്നായ വൈപ്പ് കോഡിങ് പ്രശ്നമാണെന്നൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ, അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഓർത്തു. അതായത് ഈ കമ്പനികളെല്ലാം IPO ആവാൻ ശ്രമിക്കുമെന്ന് ആ വീഡിയോ പറഞ്ഞായിരുന്നു. ആൻഡ് ദാറ്റ് കെയിം ട്രൂ. ഈ കമ്പനികളെല്ലാം IPO ആവാൻ പോവുകയാണ്. അതായത് ആന്ത്രോപ്പിക് IPO ആവാൻ പോവുകയാണ്, ഓപ്പൺ AI IPO ആവാൻ പോവുകയാണ്. അതായത് IPO എന്ന് പറഞ്ഞാൽ ഇവരുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനെ പറ്റത്തുള്ളായിരുന്നു. ഇനി തൊട്ട് IPO ആയിക്കഴിഞ്ഞാൽ പബ്ലിക്കായിട്ടുള്ള നിങ്ങൾക്കും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ബേസിക്കലി സ്റ്റോക്ക് മാർക്കറ്റിംഗ് പരിപാടിയില്ലേ, അതിലോട്ട് അവർ കയറാൻ പോവുകയാണ്. ഓക്കെ, IPO സക്സസ്ഫുൾ ആവണമെങ്കിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ട കാര്യം ആ കമ്പനിയുടെ സ്റ്റോക്കിൽ ഹൈപ്പ് കാണും. അതായത് ആ കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങിച്ചാൽ ഭാവിയിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമെന്നൊരു ഹോപ്പ് ആൾക്കാർക്കുണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനി അലോട്ട് ചെയ്യുന്ന കംപ്ലീറ്റ് സ്റ്റോക്കുകളും വിറ്റ് പോവുകയും അങ്ങനെ IPO സക്സസ് ആവുകയുള്ളൂ. IPO ഫെയിലായി കഴിഞ്ഞാൽ ആ കമ്പനി പിന്നെ കമ്പനിന്ന് വിളിക്കാൻ കൊള്ളത്തില്ല, ആ ഒരു അവസ്ഥയിലോട്ട് ആ കമ്പനി പോകും. അതുകൊണ്ട് IPO സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയാണ് ഫേബിൾ 5 ഈ പറഞ്ഞ ആന്ത്രോപ്പിക്ക് റിലീസ് ചെയ്തത്. IPOയിൽ ആ ഒരു ഹൈപ്പ് കൊണ്ടുവരണമെങ്കിൽ ഇവർക്കിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേ പറ്റും. അതിനാണ് ഇവരിത് റിലീസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നീ അല്ലേ ഇപ്പോൾ പറഞ്ഞ ആമസോൺ ആണ് ഇത് ബാൻ ചെയ്തത്, അത് ഇതുമായിട്ട് എന്താ ബന്ധം? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേ. ആന്ത്രോപ്പിക്ക് ഡയറക്റ്റ് പോയിട്ട് എല്ലായിടത്തും പറയാം, ഞങ്ങൾക്കിത് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചെടുക്കുമെന്ന് ആന്ത്രോപ്പിക്ക് ഡയറക്റ്റ് ചെന്ന് ഈ പറഞ്ഞ യൂസേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ IPO ഫെയിലാവും. ലൈക്ക് ഈ കമ്പനിക്ക് ഒരു കഴിവില്ലാത്ത കമ്പനിയാണെന്നുള്ളൊരു ലേബൽ ആന്ത്രോപ്പിക്കിന് വരും. ആമസോണിനെ കൊണ്ട് US ഗവൺമെൻറ്റിനെ യൂസ് ചെയ്ത് ഇത് ബാൻ ചെയ്യിക്കുക. അപ്പോൾ ഇത് ബാൻ ചെയ്ത് പോയെന്നല്ലേ വരത്തുള്ളൂ. ആ ഒരു വിക്ടിം കാർഡ് പ്ലേ ചെയ്യുവാണ് ആന്ത്രോപ്പിക്കിയുടെ. ഇത് നിങ്ങളെല്ലാം ലിറ്ററലായിട്ട് എടുക്കല്ലേ. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഈ പറഞ്ഞ IPO ആകുമെന്ന് പറഞ്ഞ പോയിന്റ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വീഡിയോയിൽ മിത്തോസ് ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്തത് ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ലിറ്ററലായിട്ട് എടുക്കരുത്. മേ ബി ഇത് ഫ്യൂച്ചറിൽ നടന്നെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയെന്ന് ഇരിക്കും. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് ചിലപ്പോൾ ട്രൂ ആയെന്നിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫോൾസ് ആണെന്നും ഇരിക്കും. ഞാൻ കണ്ടത് വെച്ച്, ഞാൻ ജസ്റ്റ് കണ്ട ആന്ത്രോപ്പിക്കിൻ്റെ കൂടെ നിൽക്കുന്ന AWS അഥവാ ആമസോൺ തന്നെ ഇത് ബാൻ ചെയ്യാൻ കൂടെ നിന്നു എന്ന് കണ്ടപ്പോൾ ഞാനിതിന് മുന്നേ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞൊരു കാര്യം മാത്രമാണ്. ഓക്കെ, അപ്പോൾ മേ ബി ആന്ത്രോപ്പിക്കോടെ വിക്ടിം കാർഡ് കളിക്കുമായിരിക്കാം. ഓക്കെ, ജസ്റ്റ് എൻ്റെ തോട്ടാണ് അവിടെ പറഞ്ഞത്. ഇനി ഏറ്റവും വലിയൊരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, റീസെൻ്റ്ലി ജൂലൈ 2-നാണോ 3-നാണോ ഓർമ്മയില്ല, ഇവർ ഫേബിൾ 5 റിലീസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഇവർ ഫേബിൾ 5 റിലീസ് ചെയ്തല്ലോ, ഇപ്പോൾ ഇവർക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കഴിവ് വന്നെന്നാണോ നീ പറയുന്നത്? അല്ല,
നിങ്ങളിതാ ബ്രിഡ്ജ് ബെഞ്ച് എന്ന് പറയുന്ന ഈ ഇറങ്ങുന്ന AI മോഡൽസിനെയൊക്കെ ഈ ബെഞ്ച് മാർക്ക് വെച്ച് ടെസ്റ്റ് ചെയ്ത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു ഓതൻറ്റിക് ആയിട്ടുള്ളൊരു ബെഞ്ച് മാർക്കിംഗ് സിസ്റ്റമാണ് കേട്ടോ. അവർ കൊടുത്ത ഒരു പോസ്റ്റാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. ആദ്യം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഫേബിൾ 5 ഫസ്റ്റ് റിലീസിൽ കിട്ടിയ ആ ഒരു പെർഫോമൻസ് സെക്കൻഡ് റിലീസിൽ കുറഞ്ഞു, ഏകദേശം പകുതിയായിട്ടോളം കുറഞ്ഞു. അതായത് ഫേബിൾ 5ന് പവറെല്ലാം കുറച്ച് കമ്പ്യൂട്ടിങ് ആ ഒരു അത്രയും വേണമായിരുന്നല്ലോ, ആ കമ്പ്യൂട്ടിങ്ങിൻ്റെ ആ നീഡൊക്കെ കുറച്ച് വളരെ നെർഫ് ചെയ്ത പവർ കുറഞ്ഞ ഫേബിൾ 5 ആണ് ഇവർ റിലീസ് ചെയ്തത്. ഇത് ഞാൻ പറയുന്നതല്ല, റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബെഞ്ച് മാർക്കിംഗ് സോഴ്സ് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ റിലീസ് ചെയ്തപ്പോൾ ഇവർക്ക് എന്താണ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന്. ഇനി നിങ്ങൾ ഫേബിൾ 5 നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനിൽ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഇവർ ഫസ്റ്റ് ഫേബിൾ 5 റിലീസ് ചെയ്തിട്ട് ഇട്ടുകയും ചെയ്ത് ഇറക്കാനും വയ്യ എന്നുള്ള അവസ്ഥ ഇരുന്നിട്ടാണല്ലോ ഇവർ ബാനിങ് എന്ന് പറയുന്നൊരു രീതിയിലോട്ട് പോകാൻ വേണ്ടി നിന്നത്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, അവരത് ആ ഒരു റിലീസ് ചെയ്ത സമയത്ത് തന്നെ ഇവർ മെയിനായിട്ട് എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ സബ്സ്ക്രിപ്ഷനിൽ ഇത് ജൂൺ 22 വരെ മാത്രമേ തരത്തുള്ളൂ. സബ്സ്ക്രിപ്ഷൻ ഈ ജൂൺ 22 വരെ മാത്രമേ തരത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് പുറത്തിറക്കിയിട്ട് പേ ആസ് യു ഗോ ആക്കുമെന്ന്. അതേപോലെ ഈ റിലീസിലും പറഞ്ഞു ഞങ്ങൾ ജൂലൈ 19 ആണോ 17 ആണോ 18 ആണോ എന്ന് ഓർമ്മയില്ല, ആ ഒരു അറൗണ്ട് സമയത്ത് ഞങ്ങൾ ഇത് പേ ആസ് യു ഗോ ആക്കുന്നത്. ഇവർ ഈ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് സാധനം എടുത്ത് കളയുന്നത് എന്തിനാണ്? അതിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇത് നിങ്ങൾ ലിറ്ററലായിട്ട് തന്നെ എടുത്തോ കേട്ടോ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേബിൾ 5 നല്ല എക്സ്പെൻസീവായിട്ടൊരു മോഡലാണ്. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. ഇനി സബ്സ്ക്രിപ്ഷൻ്റെ കേസ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആന്ത്രോപ്പിക്കിന് $200 പെർ മന്ത് പ്ലാനാണ് ഉപയോഗിക്കുന്നതെന്നിരിക്കട്ടെ. ആന്ത്രോപ്പിക്കിൽ നിന്ന് നിങ്ങൾ $200 പെർ മന്തിൻ്റെ പ്ലാനാണ് ഉപയോഗിക്കുന്നതെന്നിരിക്കട്ടെ. ആ പ്ലാനിൽ ആന്ത്രോപ്പിക്ക് നിങ്ങൾക്ക് 1 മന്തിൽ $1,500 AI ക്രെഡിറ്റ് നിങ്ങൾക്ക് തരും. അതായത് ആ മന്തിൽ നിങ്ങൾക്ക് $1,500 വെർത്ത് വരുന്ന AI യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ $200 മാത്രം കൊടുത്താൽ മതി. അപ്പം അത്രയും സബ്സിഡൈസ്ഡ് ആയിട്ടൊരു പ്ലാനാണത്. അതിനകത്ത് നമ്മൾ ഫേബിൾ 5 കൊടുത്താലുള്ള വിഷയം, ഫേബിൾ 5 ഈസ് റിയലി എക്സ്പെൻസീവ് ദാറ്റ് ഈ 1,500 വളരെ പെട്ടെന്ന് തീർന്നു പോകും, ലിമിറ്റ് അടിക്കും. ആൻഡ് ആൾക്കാരത് കംപ്ലയിൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഓപ്പസ് യൂസ് ചെയ്യുന്ന കണക്കല്ല, നിങ്ങൾ ഓപ്പസ് ഒരു 30 ഡേയ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഫേബിൾ 5 നിങ്ങൾക്ക് 15 ഡേയ്സ് കൊണ്ട് തീരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആന്ത്രോപ്പിക്ക് ഇത് സബ്സ്ക്രിപ്ഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. സബ്സ്ക്രിപ്ഷനിൽ നിന്ന് പുറത്തിറക്കിയുള്ള ഗുണം നിങ്ങൾ കറണ്ട് ബില്ല് അടയ്ക്കുന്ന കണക്കായിരിക്കും നിങ്ങൾ ക്ലോഡിൻ്റെ ബില്ല് അടയ്ക്കുന്നത്. അതായത് നിങ്ങൾ എത്രത്തോളം ഫേബിൾ 5 യൂസ് ചെയ്തോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ ചാർജ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൽ ഏറ്റവും വലിയൊരു മാസ്റ്റർ പീസ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ഉപയോഗിച്ചെന്നുള്ളതിൻ്റെ ആ ഒരു കണക്കുണ്ടല്ലോ, അത് തരുന്ന ആരാ? ആന്ത്രോപ്പിക്ക്. അവർക്ക് അത് വേണമെങ്കിൽ ആൾട്ടർ ചെയ്യാം, അല്ലെങ്കിൽ ആൾട്ടർ ചെയ്തിട്ട് ബഗ് ഉണ്ടെന്ന് പറയാം. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്നും ക്യാഷ് ഫേബിൾ 5 യൂസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ച് നിങ്ങളെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അത് ആന്ത്രോപ്പിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ലായിരുന്നല്ലോ. റീസെൻ്റ്ലി അവർ 1.1 എങ്ങാണ്ടാക്കിയെന്ന് തോന്നുന്നു അവർ ആ ഒരു പ്രോഫിറ്റ് ആ സാധനം ആ റേഷ്യോ. ആൻഡ് അതിനെല്ലാം റീസൺ ഈ ഫേബിൾ 5ൻ്റെ പേ ആസ് യു ഗോ എന്ന് പറയുന്ന ആ ഒരു പ്ലാനിലാണ്. ഓക്കെ, പക്ഷേ അവർക്ക് പണി കിട്ടി. ഒന്നാമത്തെ കാരണം OpenAIയിലെ സാം ആൾട്ട്മാൻ ഫേബിൾ 5നെക്കാളും പവർഫുൾ ആയിട്ടുള്ള GPT 5.6 സോൾ എന്ന് പറയുന്നൊരു മോഡൽ ഇറക്കി. ആൻഡ് ആ മോഡലിൻ്റെ പ്രത്യേകത ഫേബിൾ 5നെക്കാളും പവർഫുള്ളാണ്. ആൻഡ് ആ മോഡൽ ഒരാളുടെ കംപ്ലീറ്റ് സിസ്റ്റത്തിനെ RMRF ചെയ്തു. RMRF എന്ന് പറഞ്ഞാൽ ആ കംപ്ലീറ്റ് സിസ്റ്റത്തിനെ വൈപ്പ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാൻ ക്രിട്ടിക്കലായിട്ടൊരു സാധനം ചെയ്തു, സോറി എന്നൊക്കെ പറഞ്ഞു. അതായത് ഫേബിൾ 5നെക്കാളും ഒരു ഇൻ്റലിജൻറ്റ് മോഡലായ GPT 5.6 സോൾ ചെയ്ത പണിയാണ് നിങ്ങൾ കാണുന്നത്. ആൻഡ് ഈ ആളെക്കുറിച്ച് നിങ്ങൾക്കറിയാവോ? ഇയാൾ ഫേമസ് ആയിട്ടൊരു ആർട്ടിക്കിൾ ഇറക്കിയ ഒരാളാണ് കേട്ടോ. അതായത് AIക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്, AI നാളെ വന്ന് നിങ്ങളെ കടിക്കും എന്നൊക്കെ പറഞ്ഞ ആളാണ്. ആ ആർട്ടിക്കിൾ, അയാളുടെ വൈറൽ ആർട്ടിക്കിൾ ഇറക്കിയ ആ ഒരാളാണ്. ആ ആൾക്കാണ് ഈ GPT 5.6 സോൾ വെച്ചുള്ള ഇഷ്യൂ വന്നേക്കുന്നത്. ഐറണി അത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ AI ഇൻഡസ്ട്രിയിൽ ഒരുപാടുണ്ട് കേട്ടോ. അത് ഐറണി എന്ന് പറയുന്ന സാധനം ഒരുപാടുണ്ട്. ആൻഡ് ആന്ത്രോപ്പിക്കിന് അതൊന്നാമത്തടി. GPT 5.6 സോൾ സബ്സ്ക്രിപ്ഷനിൽ തന്നെ പേ ആസ് യു ഗോ അല്ലാതെ സബ്സ്ക്രിപ്ഷനിൽ തന്നെ ഇറക്കിയത് ഒന്നാമത്തടി. രണ്ടാമത്തടി കിമി എന്ന് പറയുന്നൊരു ലാബുണ്ട് ചൈനയിൽ. അവർ കിമി K3 എന്ന് പറയുന്നൊരു ഓപ്പൺ സോഴ്സ് മോഡൽ ഇറക്കി. ആൻഡ് ആ ഓപ്പൺ സോഴ്സ് മോഡലിന് ഫേബിൾ 5ൻ്റെ അത്ര തന്നെ പെർഫോമൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്കൊരു നല്ല ഗ്രാഫിക്സ് കാർഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മോഡൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് റൺ ചെയ്യാൻ പറ്റുമെന്ന്. ഫേബിൾ 5 ചത്തു എന്നല്ല, ഫേബിൾ 5 മോഡൽ അവിടെ ഉണ്ട്. പക്ഷേ ഫേബിൾ 5 വെച്ചിട്ട് ഇവർക്ക് പേ ആസ് യു ഗോ ആക്കി
ഇങ്ങനെ ആക്കാനുള്ള ആ ഒരു പ്ലാൻ കൊണ്ടുവരാനുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു മോട്ടിവേഷൻ, അത് ചത്തു. ഇവരിത് ഫസ്റ്റ് ഇറക്കിയപ്പോൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? കടിക്കും, ഇത് വീട്ടിൽ വന്ന് അടിക്കും എന്നൊക്കെയല്ലേ പറഞ്ഞത് മിത്തോസ് ഇറങ്ങിയ സമയത്ത്. എന്നിട്ട് ഇവർ റിലീസ് ചെയ്തപ്പോൾ ഞങ്ങൾ അതിൻ്റെ വായിക്കാത്ത ടേപ്പ് ഒട്ടിച്ചിട്ട് ഇറക്കിയെന്ന് പറഞ്ഞു. എന്നിട്ട് അത് US ഗവൺമെൻറ്റിനെ കൊണ്ട് ബാൻ ചെയ്യിച്ച്. പിന്നെ റിലീസ് ചെയ്തപ്പോൾ അതിൻ്റെ ടേപ്പ് ഇളക്കിയെന്ന് മാത്രമല്ല, അതിൻ്റെ അപ്പോൾ അത് ഫുള്ള് വെട്ടി അതിൻ്റെ ഫുൾ പവർ കുറച്ചങ്ങ് ഇറക്കി. എന്നിട്ട് അതിൻ്റെ പഴയ പവറിൽ തന്നെ വിൽക്കുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും, പേ as you go ആക്കി കഴിഞ്ഞാൽ അവർ ഫേക്കായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവർ ബഗ്ഗാന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നിന്ന് എക്സ്ട്രാ ചാർജ് വാങ്ങിക്കൂ എന്നുള്ളതിന് നിനക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് നീ പറയുന്നതെന്ന് ചോദിക്കുമായിരിക്കും. ഈ ഫേബിൾ 5 ഇറക്കിയപ്പോൾ അതിന് സൈബർ സെക്യൂരിറ്റി ടാസ്ക് കൊടുത്താൽ അത് ഓപ്പസ് 4.8 യൂസ് ചെയ്യുമെന്നവർ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആൻഡ് നിങ്ങൾ ആ ഒരു സമയത്തെ ട്വിറ്റർ പോസ്റ്റുകളോ അല്ലെങ്കിൽ റെഡിറ്റ് കമ്മ്യൂണിറ്റിയിൽ വന്ന പോസ്റ്റുകളോ നോക്കും. ആളുകൾ മാസമായിട്ട്, അതായത് മാസം എന്ന് പറഞ്ഞാൽ അത് ആ സെൻസിൽ എടുക്കല്ലേ, മാസം ഉദ്ദേശിച്ച് ഒരുപാട് ആളുകൾ ഒരുമിച്ച് പറയുന്നതിനാണ്. മാസമായിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ 4.8 സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാലും പ്രൈസിങ് ചാർജ് ചെയ്യുന്നത് ഫേബിൾ 5ൻ്റെ ചാർജിങ് തന്നെയാണ്. അതായത് നിങ്ങൾ സൈബർ സെക്യൂരിറ്റി ടാസ്ക് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി 4.8 സ്വിച്ച് ചെയ്യും. അപ്പോൾ 4.8ൻ്റെ ആ ഒരു $5 $25 തോന്നുന്നു, ആ ഒരു ചാർജ് നിങ്ങളെ നിന്ന് വാങ്ങിക്കേണ്ട. അല്ല, ഫേബിൾ 5ൻ്റെ ആ ഒരു ഇരട്ടി ചാർജാണ് ഓപ്പസ് 4.8 യൂസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ നിന്ന് വാങ്ങിയത്. അപ്പോൾ ആന്ത്രോപിക് എത്രത്തോളം ക്രൂക്ഡായിട്ടുള്ളൊരു കമ്പനിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ചിലർ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടായിരുന്നു, ഞാൻ ഓപ്പൺ എഐയുടെ ഏജൻറ്റാണ്, ഓപ്പൺ എഐ ഒട്ടും മോശമല്ല. ഓപ്പൺ എഐക്കുള്ളൊരു നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കുറേ ഇൻവെസ്റ്റർമാരുണ്ട്. അതായത് ഓപ്പൺ എഐ ഒട്ടും ക്യാഷ് ഉണ്ടാക്കാത്ത, ഫിനാൻഷ്യലി വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള, എന്ന് തകർന്നു വീഴൂ എന്നും പറഞ്ഞിരിക്കുന്നൊരു കമ്പനിയാണ്. ഓപ്പൺ എഐക്ക് ഒരു പേടിയും ഇല്ല. അവരെ സംബന്ധിച്ച് അവരാണിപ്പോൾ ഫേബിൾ 5 റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനിൽ തന്നെ എത്ര നാൾ വേണേലും അവർ തരും. ഈ ഓപ്പൺ എഐ ചത്ത് അത് നശിച്ച് പോകുന്നവരെ അവർ തരും. കാരണം അവർക്ക് ഫൈനാൻഷ്യൽ സ്റ്റേബിലിറ്റി എന്ന് പറയുന്നൊരു കാര്യത്തിൽ ചിന്തയേ ഇല്ല ഓപ്പൺ എഐക്ക്. ആന്ത്രോപിക് അങ്ങനെയല്ല. ആന്ത്രോപിക് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിളൊക്കെ പോലെയാണ്. ഓക്കെ, അവരെ ഒരു മോഡൽ പോലും അവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരില്ല. അവരുടെ ഒരു മോഡൽ പോലും നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് ചുമ്മാ എടുത്തോളം തരത്തില്ല. നിങ്ങൾ ക്യാഷ് അടച്ചാൽ ഞങ്ങൾ സാധനം തരും എന്നുള്ള രീതിയിലാണ്. എന്നിട്ടും ഒരു പ്രോഫിറ്റബിൾ അല്ലായിരുന്നു. അപ്പോൾ ഒരു പ്രോഫിറ്റബിൾ ആവാൻ കളിച്ചൊരു കളിയാണ് ഇത് എൻ്റയർ സിനേറിയോ എന്നാണ് പറയുന്നത്. ഇനി ഫേബിൾ 5നെ കുറിച്ച് കുറേ വൈറ്റ് കോഡർമാർ പറയുന്ന സാധനം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിന് മൈൻക്രാഫ്റ്റൊക്കെ ഒരു ഒറ്റ പ്രോംപ്റ്റിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ഇനി GTA 6 ഉണ്ടാക്കാൻ പറ്റും. കിമി K3 ഇറങ്ങിയത് ഫേബിൾ 5ൻ്റെ അത്ര തന്നെ പവർഫുൾ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് മോഡൽ ഇറക്കിയപ്പോൾ കുറേ ആൾക്കാർ കിമിയുടെ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തിട്ട് പറഞ്ഞു, ഇനി ഞാനൊരു പൊളിക്കൂ, ഇതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരൊറ്റ പ്രോംപ്റ്റിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ഇതിന് പിയാനോ ഉണ്ടാക്കാൻ പറ്റും ഒരൊറ്റ പ്രോംപ്റ്റ്, അതുകൊണ്ട് ഇത് അടിപൊളിയാണ്, കിടുവാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അങ്ങ് കൊമ്പത്ത് കയറ്റി വെച്ചേക്കുക. അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള എന്താണെന്ന് പറയട്ടെ, എനിക്കും പറ്റും സാധനം. എൻ്റെ അടുത്തും നിങ്ങൾ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കാൻ പറഞ്ഞെന്നിരിക്കട്ടെ, എനിക്ക് 2 മിനിറ്റ് മതി. ഈ മോഡൽ എടുക്കുന്ന സമയം വേണ്ട, 2 മിനിറ്റ് മതി. ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? ഗിറ്റബിൽ ഓപ്പൺ സോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ആരെങ്കിലും മൈൻക്രാഫ്റ്റിൻ്റെ ക്ലോൺ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നോക്കും. അതൊന്ന് സെർച്ച് ചെയ്യും. അതിന് എനിക്കൊരു ഒരു മിനിറ്റ് മതി സെർച്ച് ചെയ്തെടുക്കാൻ. എടുത്തിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു ലിങ്ക് കോപ്പി ചെയ്ത് ഗിറ്റ് ക്ലോൺ ലിങ്ക് പേസ്റ്റ് ചെയ്ത് എൻ്റർ അടിക്കും. അയാളുടെ കോഡ് ബേസ് ഫുൾ എൻ്റെ മെഷീനിൽ വരും. എന്നിട്ട് ഞാൻ ബൺ ഇൻസ്റ്റാൾ പിന്നെ ബൺ റൺ അടിച്ചാൽ സാധനം നന്നാവും. എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റും ഞാൻ ഉണ്ടാക്കിയെന്ന് ഞാൻ അവകാശപ്പെടുന്ന മൈൻക്രാഫ്റ്റിൻ്റെ ക്ലോൺ. സെയിം സിനേറിയോ. അത് ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ GTA 6 മൈൻക്രാഫ്റ്റിൻ്റെ ക്ലോണും 3D പിയാനോ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ഓൾറെഡി ഇൻ്റർനെറ്റിലുണ്ട്. ഞാൻ എൻ്റെ വൈബ് കോഡിങ്ങിൻ്റെ വീഡിയോയിൽ മെയിനായിട്ട് പറഞ്ഞത് എന്താ, പുതിയതായിട്ടൊരു സംഭവം ഉണ്ടാക്കാൻ ഈ മോഡലിനെ കൊണ്ട് പറ്റില്ല. കാരണം ഇത് ജനറേറ്റ് ചെയ്തേക്കുന്ന, അഥവാ ഇത് ട്രെയിൻ ചെയ്തേക്കുന്ന സാധനങ്ങളെല്ലാം മുമ്പുണ്ടായിരുന്ന ട്രെയിനിങ് ഡേറ്റയെന്ന് അതിന് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് അത് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ മനുഷ്യന്മാരും അങ്ങനെ മനുഷ്യന്മാരങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും കാലം ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തത്. ഈ മനുഷ്യന്മാർ കല്ലും മണ്ണും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പറഞ്ഞ കമ്പ്യൂട്ടറും ചിപ്പും ഒക്കെ ഉണ്ടായിരുന്നു ഇൻഫർ ചെയ്തെടുക്കാൻ മുമ്പേന്ന് ഉണ്ടായിരുന്നു. അതങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? ഈ AI ബുദ്ധിയുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇന്നിയർക്ക് വന്ന കണക്കത്തെ പണി വരണം. ഫുള്ള് സാധനം അങ്ങ് റിമൂവ് ചെയ്തോളാം. RF അടിച്ച് എല്ലാം കളയണം, സിസ്റ്റം മൊത്തം കളയണം. അപ്പോഴേ പഠിക്കത്തുള്ളൂ. ഈ AI ഏജൻറ്റും മുന്തും ഒക്കെ എടുത്ത് ഈ ഗിറ്റബിലൊക്കെ അങ്ങെടുത്ത് ഹോസ്റ്റ് ചെയ്തിട്ടിട്ട് കുറേ ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് കുറേ കൊണ്ട് PR ഇട്ടിട്ട് ആ ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റിനെ മൊത്തം നശിപ്പിച്ചും വെക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ അത് കുഴപ്പമില്ല. ബബിൾ പൊട്ടുമ്പോൾ ഇവർക്ക് ഈ മോഡൽ കിട്ടാതാകുമല്ലോ. ഇവരെല്ലാം ഉപയോഗിക്കുന്ന API നിന്ന് കിട്ടുന്ന സാധനം, സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടുന്ന സാധനമല്ലേ. ബബിൾ പൊട്ടുമ്പോൾ അത് കിട്ടാതാകുമ്പോൾ ഗുദാഹവയാവും. അപ്പോൾ എല്ലാം ഓക്കെ ആവും.
പിന്നെ അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഒറ്റ പ്രോംപ്റ്റ് മൈൻക്രാഫ്റ്റ് ഉണ്ടാക്കുന്നു, OS ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഫേബിൾ 5നെയോ കിമി K3നെയോ GPT 5.6 ഓളിനെയോ സഗാന ഫുഗയോ ഒന്നും നിങ്ങളെടുത്ത് കൊമ്പത്ത് വെക്കേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ മിത്തോസിൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, മിത്തോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മോഡൽസ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. നിങ്ങൾ പോയി ചോദിക്കായിരിക്കും ഫേബിൾ 5 റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിനക്ക് എന്താ പറയാനുള്ളതെന്ന്. ഇതാ എനിക്ക് പറയാനുള്ളത്. ഓപ്പൺ റൗട്ടർ എന്ന് പറഞ്ഞൊരു ടീം. ഓപ്പൺ റൗട്ടർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മോഡലിന് ഒരൊറ്റ API കീ കൊടുക്കുന്ന, ഈ ഒരു ഒറ്റ API കീയിൽ നിങ്ങൾക്ക് എല്ലാ മോഡലും കിട്ടുന്ന കണക്കത്തൊരു പ്ലാറ്റ്ഫോം ആട്ടാ. അവർ ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഇറക്കിയായിരുന്നു, ഫ്യൂഷൻ. ഈ ഫ്യൂഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 3-4 മോഡലൊക്കെ എടുത്തിട്ട് ഒരൊറ്റ മോഡലായിട്ട് ഫ്യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ GPT 5.6 ഓളിനെയും ഈ ഫേബിൾ 5നെയും കൂടെ ഫ്യൂസ് ചെയ്തൊരു ഒറ്റ മോഡലാക്കി ഭയങ്കര പവർഫുൾ മോഡലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഈ ഗ്രാഫിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് പറഞ്ഞാൽ ഓപ്പൺ എയുടെ 5.6 ഓളല്ല 5.5ഉം ജെമിനി 3.1 പ്രോയും ഓപ്പസ് 4.8ഉം കൂടെ ഫ്യൂസ് ചെയ്തപ്പോൾ ഫേബിൾ 5നെക്കാളും പെർഫോമൻസ് വരും. അതിനേക്കാളും വലിയ കോമഡി എന്താണെന്ന് പറഞ്ഞാൽ ഓപ്പസ് 4.8 2 തവണ ഫ്യൂസ് ചെയ്തപ്പോൾ ഫേബിൾ 5ൻ്റെ പെർഫോമൻസ് വന്നു. അതായത് മേ ബി നിങ്ങൾ ആ ഒരു നമ്പർ തന്നെ നോക്കൂ, 65.5 65.3 ഒരു പോയിൻ്റ് വ്യത്യാസമേ ഉള്ളൂ ഫേബിൾ 5ന്. അതായത് മേ ബി ഫേബിൾ 5 2 ഓപ്പസ് 4.8നെ ചേർത്ത് വെച്ച സാധനമായിരിക്കും. ഓക്കെ, ആയിരിക്കാം. വെയിറ്റ്, എൻ്റെ മുടി കുളവായിട്ടിരിക്കുമെന്ന് തോന്നുന്നു. യെസ്, എൻ്റെ മുടി കുളവായിരുന്നു. ഞാൻ ഒന്ന് ശരിയാക്കിയിട്ട് വരാം. ഓക്കെ, നല്ലൊരു മുടിയായിരുന്നു, ശരിയാവുന്നില്ലടെ. ആ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ വെട്ടിയതാണ്. എൻ്റെ മുടി ഞാൻ മിസ് ചെയ്യുന്നു, ഇവിടെ വരെ ഉണ്ടായിരുന്നു. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. മൊത്തത്തിൽ എനിക്ക് അത്ര ഈ ഒരു ഫേബിൾ 5നെ കുറിച്ചും എല്ലാം പറയാനുള്ളൂ. ഒരു മാസത്തെ കണ്ടൻറ്റ് ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞു എന്നെനിക്ക് തോന്നുന്നു. എനിവേ, എനിക്കൊരുപാട് താങ്ക്സ് പറയാനുണ്ട്. കാരണം ഈ ചാനൽ തുടങ്ങി 2 മാസത്തിൽ നമ്മൾ 2000 സബ്സ്ക്രൈബേഴ്സായി. ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു സോറി പറയാനാണ്. കാരണം ഞാൻ 1 മാസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. ഇത്രയും നല്ലൊരു ഗ്രോത്തുള്ള ചാനലിൽ ഞാൻ 1 മാസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. അതിന് സോറി പറയുന്നതിൻ്റെ കാരണം എനിക്ക് സർജറി ആയിരുന്നു. ഇയറിൻ്റെ സർജറി ഉള്ളതുകൊണ്ട് എനിക്ക് റെസ്റ്റ് എടുക്കണമായിരുന്നു. അതുപോലെ തന്നെ നല്ല പണിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 1 മാസം വീഡിയോ ഇടായിരുന്നത്. ആൻഡ് ഇപ്പോൾ ഞാൻ ഹീലായി. ഇനി അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളെല്ലാം റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കും. ആൻഡ് ഫേബിൾ 5നെ കുറിച്ച് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. യെസ്, അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. ബൈ.